ഈ കൊടും ചൂടിൽ നിന്ന് രക്ഷ നേടാൻ ഒരു കിഡിലം റിഫ്രഷിംഗ് ഡ്രിങ്ക് തയ്യാറാക്കിയാലോ? ഹായ് സുഹൃത്തുക്കളെ, ഇതിപ്പോൾ നോമ്പ് കാലമാണ്. മാത്രമല്ല അതികഠിനമായ വെയിലും. ഇതും കൂടെ ആകുമ്പോൾ നമ്മൾ ഏറെ ക്ഷീണിതനാവും. എന്തായാലും ആ ക്ഷീണം അകറ്റാനുള്ള ഒരു കിഡിലം റിഫ്രഷിംഗ് ഡ്രിങ്ക് തയ്യാറാക്കിയാലോ? സോ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് അക്കൗണ്ട് ഫോളോ ചെയ്ത് കൂടെ കുടിക്കും. ഇത് ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സമ്മർ സ്പെഷ്യൽ ഡ്രിങ്ക് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിൻ്റെ പേര് റൂഹബ്സ എന്നാണ്. ആക്ച്വലി ഇവൻ ഒരു വിദേശിയാണ്. റൂഹബ്സ എന്ന വാക്കിനർത്ഥം ആത്മപോഷിണി എന്നാണ്. സാധാരണ സ്കോഷും ടാങ്കും കൊണ്ട് നോമ്പ് തുറക്കുന്നതിനേക്കാൾ വളരെ മികവുറ്റതാണ്. മാത്രമല്ല ഒട്ടനേകം ആയുർവേദിക് ഹെർബ്സ് ആൻഡ് ഫ്ലവേഴ്സൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയ ഈ ഒരു സിറപ്പ്, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ വഴിയെ ചെയ്യുന്നുണ്ട്. എനിവേ, നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഐറ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ ഒരു റൂഹബ്സ തന്നെയാണ്. ഇൻഗ്രീഡിയൻസ് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഫസ്റ്റ് ഓഫ് ആൾ റൂഹബ്സ് തന്നെയാണ്. പിന്നെ ഇത് വാട്ടർമെലൺ, മിൽക്ക്, ഷുഗർ, കസ്കസ്, ആപ്പിൾ, ഏലാച്ചി, ഇത്രയും ഇൻഗ്രീഡിയൻസ് വേണം എന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ഇച്ചിരി ഒന്ന് പൊലിപ്പിക്കാൻ വേണ്ടി ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. എന്തായാലും സംഭവം സെറ്റായിരിക്കും. ആദ്യം ചെയ്യാനുള്ളത് തണ്ണിമത്തൻ നല്ല സ്ലൈസായിട്ട് ഇങ്ങനെ കൊത്തി അരിയുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജ്യൂസാക്കി എടുക്കാം, അത് കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ സൗകര്യം. എന്നിട്ട് അതൊരു സൈഡിലോട്ട് വയ്ക്കുക. പിന്നെ അതേ ആ ഒരു ആപ്പിൾ എടുത്തിട്ട് നല്ല ചെറിയ സ്ലൈസ് പീസായിട്ട് നന്നായിട്ട് കൊത്തി അരിയുക. എന്നിട്ട് പാകത്തിനുള്ള ഷുഗർ എടുത്ത് മിക്സിയിലിട്ടിച്ച് വെള്ളം ചേർത്ത് ബ്ലെൻഡ് ചെയ്ത് വെച്ചാൽ അത്രയും നല്ലത്. കാരണം കൈകൊണ്ട് കലക്കി കോരി കഷ്ടപ്പെടണ്ട. അപ്പോൾ ഞാൻ എന്തായാലും മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തു. അന്നേരം ഷുഗർ സിറപ്പും റെഡിയായി. എന്നിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് ഉതിർത്ത് വെച്ച കസ്കസ് ഉണ്ടല്ലോ, അത് ഈ ഒരു സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ആപ്പിളും കൂടെ ഒരു ബൗളിൽ വെച്ച് മിക്സ് ചെയ്തങ്ങ് വയ്ക്കുക. ശേഷം അതിലേക്ക് തന്നെ 3-4 ഏലക്ക എടുത്ത് പൊളിച്ച് അതും അതിനകത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയ ഷുഗർ സിറപ്പും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച വാട്ടർമെലണിലേക്ക് തണുത്ത പാലുണ്ടല്ലോ, ജസ്റ്റ് കവർ പാലായ അത്രയും നല്ലത്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ജസ്റ്റ് ആ ഒരു സൈഡ് ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ പാലിങ്ങനെ ചുരത്തി ഒഴിക്കുക. അല്ലാണ്ട് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പാല് നിങ്ങളുടെ ആവശ്യാനുസരണം 1, 1.5, 2 ഒക്കെ ചേർക്കാം. ഇനി അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ തന്നെ ചെയ്യുന്നത് കേട്ടോ. ഇനി അതിലേക്ക് റൂഹബ്സ ഒരടപ്പോ 1/2 അടപ്പോ, ഇനി അതല്ലെങ്കിൽ 1.5 അടപ്പോ, അതൊക്കെ നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ട് ആവശ്യാനുസരണം ചേർക്കുക എന്നുള്ളതാണ്. ഞാൻ എന്തായാലും 1.5 അടപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ തയ്യാറാക്കുന്നത് 2 ലിറ്ററിന് വേണ്ടിയിട്ടാണ് കേട്ടോ. സാധാരണഗതിയിൽ 1 ലിറ്ററിന് 1 അടപ്പിൻ്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ. എന്നിട്ട് അതൊരു തവി വെച്ച് ഇങ്ങനെ ഇളക്കുക. ആ ഒരു മിക്സ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നൊരു സ്മെല്ല് വരും. മോനെയോ ഒരു രക്ഷയില്ല കേട്ടോ ആ ഒരു സ്മെല്ല്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു മിക്സ് മുഴുവനും വീഴ്ത്തി അതൊന്ന് ഇളക്കിയെടുക്കുക. ഏലക്കയുടെയും റൂഹബ്സയുടെയൊക്കെ ആ ഒരു സ്മെല്ലിൻ്റെ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ അന്യായം എണ്ണ. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കുക. എന്നിട്ട് അതിൽ ഷുഗറോ അതല്ലെങ്കിൽ പാലോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ആഡ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയാൽ മതിയാവും. ഇനി കുറച്ചുകൂടെ തണുപ്പ് കൂട്ടാനായിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഗ്ലാസ്സിലേക്കോ അതല്ലെങ്കിൽ മിക്സിലേക്കോ ഒക്കെ ചേർത്ത് ഉപയോഗിക്കാനാവുന്നതാണ്. ഒന്ന് ഇളക്കിയിട്ട് അതിനൊരു ഗ്ലാസ്സിലോട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് അതിങ്ങനെ കുടിക്കണം. വയറിൽ എത്രത്തോളം സ്ഥലമുണ്ടോ അത്രത്തോളം ഗ്ലാസ് നാം അത് കുടിക്കും. അങ്ങനെ വീണ്ടും വീണ്ടും കുടിക്കുന്നത് കൊണ്ടാവണം ഇതിന് മറ്റൊരു വട്ടപ്പേര് കൂടിയുണ്ട്, മൊഹബ്ബത്ത് കാ സർബത്ത്. അങ്ങനെ ഒരു വിളിപ്പേര് വരാൻ കാരണം 3-4 ഐസ് ക്യൂബ്സ് ഇട്ട് ഇങ്ങനെ അത് കുടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, വേറെ ലെവല്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതാണ് ഐറ്റം. എനിവേ പറ്റുന്നുള്ളവർ ട്രൈ ചെയ്യുക. എന്തായാലും ട്രൈ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇങ്ങനെ ഉണ്ടാക്കിയതുകൊണ്ട് കഴിക്കാനും കുടിക്കാനും ഉള്ളതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കാൻ യവൻ തന്നെ ധാരാളം. എനിവേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. സോ സീ യു സൂൺ, ബൈ.